ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ വിവാദമായി ചർച്ചയായിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ബാംഗ്ലൂരിലെയും ഉത്തർപ്രദേശിലെയും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുമുള്ള വോട്ടെടുപ്പ്, കള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തതായ കാര്യമാണല്ലോ. ഈ വക കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മളെ തൃശ്ശൂരിൽ നിന്ന് 75,000 പേരെ അനധികൃതമായി സുരേഷ് ഗോപിയുടെ വേണ്ടി BJP ഫോൾഡറിലുള്ളവർ അല്ലെങ്കിൽ BJPക്കാരും RSSകാരും കൂടി സംഘടിതമായി 75,000-ഓളം ആളുകളെയാണ് ചേർത്തിട്ടുള്ളതെന്നും ഒരു ഫ്ലാറ്റിൽ 8-10 പേര് താമസിച്ചതായിട്ടൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദം നടക്കുന്നുണ്ട്. പറഞ്ഞാൽ കേട്ടാത്തൊന്നും കേരളത്തിൽ ഒരിടത്തും ഇതൊന്നും നടക്കുന്നില്ല. കണ്ണൂരൊന്നും ഒന്നേ നടക്കുന്നില്ല, കേരളത്തിൽ ഒരിടത്തും നടക്കുന്നില്ല എന്നാണ്. വ്യാപകമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകൾ ചേർക്കുന്നത് ഒരു പ്രക്രിയ തന്നെയാണ് കേരളത്തിൽ. എല്ലാവരും അത് ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സുനിൽകുമാർ മത്സരിച്ച് തോറ്റുപോയ സുനിൽകുമാർ എന്തുകൊണ്ടൊരു കേസ് പോലും കൊടുത്തില്ല? എന്തുകൊണ്ട്? എവിടെ പോയിരുന്നു? ഇപ്പോൾ സുനിൽകുമാർ കൊണ്ടുവരുന്നല്ലോ, K മുരളീധരൻ കൊണ്ടുവരുന്നുണ്ടല്ലോ വിഷയങ്ങൾ. എന്തുകൊണ്ട് ഇവർ ഒരു കേസെങ്കിലും കൊടുത്തില്ല? ഒരു കേസും കൊടുത്തില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തില്ല, കോടതിയിൽ പോയിട്ടില്ല, എന്തെല്ലാം തരത്തിൽ അവർക്ക് സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുമുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 75,000 വോട്ടിൽ ചേർത്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നൊക്കെ പറഞ്ഞ് വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തായാലും ആ പ്രചരണങ്ങൾ കേവല പ്രചരണങ്ങളാണോ, അതോ ഇതിൽ സത്യമുണ്ടോ, ഇത് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവർ കോടതിയിൽ പോകണം, അങ്ങനെ സംശയമുള്ളവരും തർക്കമുള്ളവരും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി പരാതി കൊടുക്കണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്താലും ചെയ്യാൻ പറ്റുന്നത് പേരിൽ നിന്ന് പേര് കളയും എന്നുള്ളതാണ്. അല്ലാതെ നേരത്തെ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ, ഇരട്ട പേരോ അല്ലെങ്കിൽ ഒരുപാട് പേര് ചേർത്തിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ സ്ഥലത്താണെങ്കിൽ എവിടെയൊക്കെ വോട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതൊരു വലിയ പ്രോസസ്സാണ്. രണ്ടിടത്തും വോട്ട് ചെയ്തിട്ടുണ്ടോ, അത് രണ്ടിടത്തും പേരുണ്ടായിട്ട് ഒരിടത്തെ വോട്ട് ചെയ്തോളോ എന്നൊക്കെ ഉള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ പ്രോസസ്സിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കുമായിരിക്കും. അങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ ആധാർ വെച്ച് നോക്കുമ്പോൾ രണ്ടിടത്തും വോട്ട് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, ആരുടെ ആധാറാണ് കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ആരുടെ ലിസ്റ്റാണ് കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്യാമറയൊക്കെ ഉള്ളൊരു കാലമായതുകൊണ്ട് പലതും കുറച്ചെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കാം. എന്തായാലും സുരേഷ് ഗോപിയും കൂടി ഈ വിവാദത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ പുതിയ വിവാദം വന്നിരിക്കുന്നത്. പക്ഷേ സുനിൽകുമാറിനെ പോലെയുള്ള തോറ്റുപോയ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് ഇത്രയും ദിവസം പുറത്തു വന്നില്ല എന്നുള്ളത് വലിയ നിഗൂഢതയാണ്. ഒരു മന്ത്രിയായിരുന്ന വലിയ കരുത്തനായ CPIയുടെ കരുത്തനായ നേതാവ് VS സുനിൽകുമാർ എന്തുകൊണ്ട് ഇതുവരെ പുറത്തു പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തില്ല എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പല കാര്യങ്ങളും ചീറ്റിപ്പോകുന്നതാണ് രീതിയിലാണ് വന്നിരിക്കുന്നത്. കാര്യം ഒരുപാട് ആളുകൾ മറ്റ് തെളിവുകളുമായി വന്ന് ഞങ്ങൾക്ക് വോട്ട് ഒരിടത്തേ ഉള്ളൂ എന്നും ഞങ്ങൾ അവിടെ വോട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു മുന്നിൽ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ പടക്കം പൊളിഞ്ഞു പോകുമോ എന്ന് ചോദിക്കുമ്പോഴും കേരളത്തിൽ അടുത്ത പൂത്തിരി കത്തുകയാണ്. അത് ഒരു വലിയ തൃശ്ശൂർ പൂരമായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വിവാദങ്ങൾ നടക്കട്ടെ. ഇതിനിടയിൽ അനൂപ് ആന്റണി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു വിവാദവുമായി വന്നിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തിൽ വ്യാപകമായ കള്ളവോട്ട്, അതായത് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതും മറ്റൊരു വിവാദമായി നമ്മുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.